ഹായ് ഗൈസ്, ഈ ഒരു മുഖം ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. ഞാനിപ്പോൾ വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങളായിട്ടും അതേപോലെ തന്നെ പിന്നെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോകാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഗ്യാപ്പായി പോയി. ഇപ്പോൾ ഒരു 1 month കഴിഞ്ഞു തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ഞാൻ ആദ്യം ചെയ്തു വെച്ചിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ഞാൻ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. എനിക്ക് 4 years ആയിരുന്നു കോഴ്സ്. 3 years തിയറിയും 1 year ഇന്റേൺഷിപ്പും. ഇപ്പം ഞാൻ MGR യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ തമിഴ്നാട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ പഠിച്ചത്. ഇന്റേൺഷിപ്പ് ചെയ്തതും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ +1 +2 ബയോളജി സയൻസ് തന്നെ എടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ +1 +2 BSc എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും +1 +2 ബയോളജി സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം. പിന്നെ BSSകാർക്ക് കുഴപ്പമില്ല, BSSകാർക്ക് ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഡിപ്ലോമക്കാരിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബയോളജി സയൻസ് തന്നെ ചോദിക്കുന്നുണ്ട്, ചിലവർക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഈ ഒരു കോഴ്സിന്റെ സ്കോപ്പും അതേപോലെ തന്നെ സാലറി പാക്കേജ്, അബ്രോഡ് ഇതിനെന്തോരം സ്കോപ്പ് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ BSS, ഡിപ്ലോമ, BSc ഈ ഒരു 3 കോഴ്സ് വെച്ച് നോക്കുമ്പോൾ BSSന്റെ സർട്ടിഫിക്കറ്റിന് തീരെ വാല്യൂ കുറവാണ്. തീരെ വാല്യൂ ഇല്ലാന്ന് മാത്രമല്ല, നമുക്ക് പുറത്തു പോകാനൊക്കെ ഭയങ്കര, ഓൾറെഡി ഈ ഒരു കോഴ്സ് വെച്ചിട്ട് പുറത്തു പോകാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. അപ്പോൾ BSSകാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. കൂടുതലും അവര് ഹയർ ചെയ്യുന്നത് ഡിപ്ലോമ BScക്കാരെയാണ്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ BScക്കാർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ സ്കോപ്പ്. അതുകൊണ്ട് ഇനി എടുക്കുന്നവര് BSc മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു കോഴ്സിന്റെ സ്കോപ്പ്, ഇതിന് പൊതുവെ സ്കോപ്പ് കുറവാണ്. കാരണം ഇതില് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമാണ് നമുക്കൊരു വേക്കൻസി വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ വരും, ഒന്ന് നഴ്സിംഗും ഒന്ന് ടെക്നീഷ്യൻസും. അപ്പോൾ നഴ്സിംഗിനെയാണ് കൂടുതൽ ഹയർ ചെയ്യുന്നത്. ഇപ്പോൾ കേസുകൾക്ക് വാഷ് ചെയ്ത് കയറാനായാലും കൂടുതൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യങ്ങളിലൊക്കെ നഴ്സിംഗ് ആണ് ചാർജ് ഉണ്ടാവുക. പിന്നെ ടെക്നീഷ്യൻസ് കൂടുതലും അനസ്തേഷ്യ അതേപോലെ തന്നെ മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡീൽ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെയാണ് നമ്മൾ ടെക്നീഷ്യൻസ് കൂടുതലും. പിന്നെ ഇപ്പൊ ചില ഹോസ്പിറ്റൽസിൽ ടെക്നീഷ്യൻസ് ഒക്കെ കേസിന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒന്നും കൂടി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ടെക്നീഷ്യൻസ് ആവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കറന്റ്ലി നമുക്ക് നഴ്സിംഗ് ആണ് കൂടുതൽ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സിംഗിനാണ് കൂടുതലും സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് OT-യിലാണ് വേക്കൻസി വരുന്നതെന്ന്. അപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലില് ഒരു OT 2 OT ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ടെക്നീഷ്യൻ, ചിലപ്പോൾ ടെക്നീഷ്യനെ ഉണ്ടാവില്ല, നഴ്സിംഗ് തന്നെയായിരിക്കും ഈ ഒരു ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ടെക്നീഷ്യൻസിന് വേക്കൻസി വരുന്നില്ല. നമുക്ക് കൂടുതലും വേക്കൻസി വരുന്നത് വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ ഇല്ലേ, വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി, അവിടെ 8ഉം 10ഉം OTs ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസിലാണ് നമുക്ക് കൂടുതലും വേക്കൻസി വരുന്നത്. അപ്പോൾ അവിടെ ഒരു 5-6 ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു 6 വേക്കൻസി അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കുറഞ്ഞു പോകുന്നത്. കൂടുതലും നഴ്സിംഗ് ആണ് പോകുന്നത്. അപ്പൊ ഒരു ക്ലിനിക്ക് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു ക്ലിനിക്കിൽ, ഒരു ചെറിയ ക്ലിനിക്ക് ആണെങ്കിൽ പോലും ഒരു 10 നഴ്സെങ്കിലും ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ക്ലിനിക്കിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു 10 നഴ്സിന് അവിടെ വേക്കൻസി വരികയാണ്. പക്ഷെ അവിടെ OT ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേക്കൻസി വരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കോഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നത്. ഈ ഒരു കോഴ്സിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മുടെ ആവശ്യം വരുന്നില്ല, അതാണ് പ്രശ്നം. വലിയ ഹോസ്പിറ്റൽസിലാണ് നമുക്ക് കൂടുതലും നമ്മളുടെ ഒരു ആവശ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി കുറയാനുള്ള മെയിൻ കാരണം ഇതാണ്. നമുക്ക് നമ്പർ ഓഫ് OTs ഉള്ള ഹോസ്പിറ്റൽസിൽ മാത്രമാണ് നമ്മളെ കൂടുതൽ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിങ്ങനെ ചുരുങ്ങി പോണത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആയി പോവാണ്. ഒരു OT എന്ന് പറയുമ്പോൾ നഴ്സിംഗ് സ്റ്റാഫിനെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കൂടുതലും ടെക്നീഷ്യൻസിന്. അപ്പോൾ ഈ നമ്മുടെ ഓപ്പർച്യൂണിറ്റി സ്പ്ലിറ്റ് ആയിട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നഴ്സിംഗിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ടെക്നീഷ്യൻസിന്, പൊതുവെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതും.
ഈ സെയിം തന്നെയാണ് നമുക്ക് അബ്രോഡും വരുന്നത്. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവും. നഴ്സിംഗിനാണെങ്കിൽ ഇഷ്ടം പോലെ അവർക്ക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം OT മാത്രമല്ല, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും നഴ്സിംഗിനാണ് അത്രയധികം വേക്കൻസികൾ വരുന്നത്. ഇഷ്ടം പോലെ വാർഡായാലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തായാലും നഴ്സിംഗ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതും ഈ ഒരു കാരണത്താൽ തന്നെയാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. പിന്നെ അബ്രോഡ് നമുക്ക് സ്കോപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത് കൂടുതലും നമ്മുടെ ഒരു ലക്കും അതേപോലെ തന്നെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യണം. നമുക്ക് നഴ്സിംഗ് വരുന്ന പോലെ അത്ര ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഒരു ഫീൽഡിന് വരുന്നില്ല. നഴ്സിംഗിന് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ച് ഫ്രഷേഴ്സ് പോകുന്നവർ, അബ്രോഡ് പോകുന്നവരുണ്ട്. 6 months 1 year ഒക്കെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും അവര് സുഖസുന്ദരായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വേക്കൻസികൾ അവർക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു 100 നഴ്സിംഗിന് വേക്കൻസി വരുമ്പോൾ നമുക്കൊരു 3-2 ടെക്നീഷ്യൻസിനാണ് വേക്കൻസീസ് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പഠിച്ചവർ എന്തായാലും പഠിച്ചു പോയി. അപ്പൊ ഇനി എടുക്കുന്നവര് ഇതേപോലെ സ്കോപ്പ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. കൂടുതലും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സെറ്റിൽ ആവണം, പഠിച്ച് പെട്ടെന്ന് സെറ്റിൽ ആവണം, നല്ലൊരു സാലറി പാക്കേജ് ഉള്ളൊരു നല്ലൊരു ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, മെഡിക്കൽ ഫീൽഡ് താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നഴ്സിംഗ് തന്നെയാണ് കമ്പയർ ടു പാരാമെഡിക്കൽ കോഴ്സസ്. പിന്നെ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ AAHP ട്രിവാൻഡ്രം, അസോസിയേഷൻ ഓഫ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ, ഈ ഒരു രജിസ്ട്രേഷൻ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് ഗൂഗിളിൽ ജസ്റ്റ് AAHP എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അവർ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഫോൺ കോൾ ത്രൂ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ തന്നെ നമുക്ക് PDF ആയിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റ് വഴി നമുക്ക് വീട്ടിലോട്ട് തന്നെ കിട്ടും. അതിനൊരു എമൗണ്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. അത് 4000 6000 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ആ ഒരു ചാർജ് വരുന്നത്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാൻ ടഫ് ആണോ എന്നുള്ളത്. ടഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ സിലബസ് ആണ് വരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറയുന്നത് നമ്മൾ +1 +2 ബയോളജി സയൻസ് എടുത്ത് വരുന്നവരാണല്ലോ, അതുകൊണ്ട് തന്നെ അത്ര വലിയ ടഫ് എന്നൊന്നും പറയാനില്ല. പാസ്സായി പോകുന്ന സിലബസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചത് സ്കോപ്പ് ഉള്ള പാരാമെഡിക്കൽ കോഴ്സ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കോപ്പ് എനിക്ക് എല്ലാ കോഴ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ പാരാമെഡിക്കൽ കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല സ്കോപ്പ് വരുന്നത് MLTക്ക് ആണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. കാരണം MLTക്ക് ഇപ്പോൾ വലിയ ഒരു ഹോസ്പിറ്റലിലെ ലാബ് ആയാലും ഇല്ല ചെറിയ ചെറിയ ലാബ്സ് ആയാലും നമുക്ക് അത്യാവശ്യം വേക്കൻസികൾ വരുന്നുണ്ട്. പുറത്തായാലും അത്യാവശ്യം വേക്കൻസികൾ വരുന്നുണ്ട്. പിന്നെ സാലറി, നാട്ടില് സാലറി ഭയങ്കര കുറവാണ്. ഒരു 15-20 ആ ഒരു റേഞ്ചിൽ തന്നെ കിട്ടുള്ളൂ. ഫ്രഷറായിട്ട് കയറുമ്പോൾ അതിലും താഴെ ആയിരിക്കും നമുക്ക് എന്തായാലും. പിന്നെ അബ്രോഡ് ആയാലും നാട്ടിലായാലും പക്ഷെ വേക്കൻസീസ് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ ഒരു OTT ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ MLT ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ പാരാമെഡിക്കൽ അല്ലാതെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല കോഴ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് B.Pharm ആണ്. B.Pharmന് നന്നായിട്ട് സ്കോപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അബ്രോഡൊക്കെ നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, വേക്കൻസീസും വരുന്നുണ്ട്. നാട്ടിൽ സാലറി കുറവാണ് പക്ഷെ വേക്കൻസീസ് വരുന്നുണ്ട്. അത് ഈ ഫാർമസിസ്റ്റിനും ലാബ് ടെക്നീഷ്യനും ഒക്കെ വേക്കൻസീസ് വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നില്ല. അവിടെ ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ ഈ ഒരു കാറ്റഗറീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വേക്കൻസികൾ സ്പ്ലിറ്റ് ആയി പോകുന്നില്ല. പിന്നെ ഫാർമസി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഫാർമസീസ് ആയാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫാർമസി ആയാലും എല്ലായിടത്തും ഫാർമസിസ്റ്റിന് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ കോഴ്സുകൾ എടുക്കുമ്പോൾ അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചൂസ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം, പുറത്തോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പുറത്ത് പോവാം, സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും കുറച്ചും കൂടി ഈ ഒരു ഫീൽഡൊക്കെ നല്ലത്. കാരണം കുറച്ചും കൂടെ നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നത് അബ്രോഡാണ്. നാട്ടിൽ പൊതുവെ ഒരു 20 ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് സാലറി ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തോട്ട് പോകാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു കോഴ്സ് എടുക്കാത്തതായിരിക്കും നല്ലത്. ഈ ഒരു കോഴ്സ് തന്നെയല്ല, മെഡിക്കൽ ഫീൽഡിൽ ഒരുവിധം കോഴ്സുകളൊക്കെ നമുക്ക് നാട്ടിൽ അത്ര
വലിയ പേയ്മെന്റ് ഒന്നും തരുന്ന കോഴ്സുകളല്ല. പിന്നെ മെഡിക്കൽ ഫീൽഡ് എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത്രയും ഇഷ്ടവും ഒരു പാഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെ എടുത്താൽ മതി. കാരണം നല്ല പോലെ മെന്റലി ഫിസിക്കലി നമുക്ക് സ്ട്രെസ് വരുന്ന ഒരു ഏരിയയാണ്. ഒരു ഷിഫ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ മേ ബി ഫുഡ് പോലും, ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ നമ്മൾ അത്രയും എന്താ പറയാ, അത്രയും നമ്മൾ ടയേർഡായി, അത്രയും നമ്മൾ സ്ട്രെസ് എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല നല്ല പേയ്മെന്റ്, ഹൈലി പേയ്മെന്റ് തരുന്ന വേറെ ഇഷ്ടം പോലെ കോഴ്സുകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാഷനും ഇഷ്ടവും നോക്കിയതിന് ശേഷം ഒരു കോഴ്സ്, ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഭാവിയിൽ നമ്മൾക്ക് റിഗ്രറ്റ് വരാത്ത രീതിയിൽ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക. പിന്നെ ഈ +2 +1 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്തെടുക്കണം. അപ്പൊ ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഡ്യൂറേഷനിൽ തന്നെ നല്ല പേയ്മെന്റും നല്ല സെറ്റിൽ ആവുന്ന രീതിയിൽ നല്ല നല്ല സ്കില്ല് വരുന്ന ഒത്തിരി കോഴ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷിക്കുക. നമ്മൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്വേഷിച്ച് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം ചൂസ് ചെയ്യുക. പെട്ടെന്ന് കയറി ഒരു ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഒരു ഇതിലോട്ടോ ചാടാതിരിക്കുക. കാരണം നമ്മൾ +1 +2 പഠിക്കുന്ന പോലെയല്ല നമ്മളുടെ ഒരു ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ അതിനുശേഷമുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി നമ്മൾ ചെയ്യുന്ന ഒരു ഇതിലാണ് നമ്മുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫീൽഡ് ചൂസ് ചെയ്യുക. നമ്മൾ ഫ്യൂച്ചറിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. അത് കഷ്ടപ്പെട്ട് നമുക്ക് തീരെ താല്പര്യമില്ലാതെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം കോഴ്സുകൾ ചൂസ് ചെയ്യുക. ഇനി ഒരു OTT തന്നെ മതി എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഏജൻസികൾ ചൂസ് ചെയ്യുമ്പോഴായാലും കോളേജസ് ചൂസ് ചെയ്യുമ്പോഴായാലും മാക്സിമം സീനിയേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ചില ഹോസ്പിറ്റൽസിൽ നമുക്ക് ക്ലാസ്സസ് ഒന്നും തരില്ല. അവരെ ഒരു ക്ലിനിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിലെ ഫ്രീ സർവീസ് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അവർ 3-4 വർഷം നമ്മളെ കൊണ്ട് അവിടെ പണിയെടുപ്പിച്ച് അവരുടെ കാര്യങ്ങൾ റൺ ചെയ്തു പോകുന്ന രീതിയിലാണ്. ഇപ്പൊ പുറത്തൊക്കെ കൂടുതലും അങ്ങനെയാണ്, തമിഴ്നാടായാലും അങ്ങനെ വരുന്നത്. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ പിന്നെ ഞാൻ ഒരു കോഴ്സ് ഈ ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്, അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പുറത്ത് വേക്കൻസി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേ വരുന്നില്ല. ഡയാലിസിസ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പോഴും വേക്കൻസീസ് വരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും എനിക്ക് തോന്നുന്നു നഴ്സിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ആ ഒരു വേക്കൻസി വരുന്നത്. ടെക്നീഷ്യൻസിന് വരുന്നില്ല. ആ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിക്കുക. പിന്നെ കാർഡിയാക് പെർഫ്യൂഷൻ ഈ കോഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ കെയർ ടെക്നീഷ്യൻ, ഇതൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ മെയിൻ നഴ്സിംഗ് ആണ് അവർ ഹയർ ചെയ്യുന്നത്. അതിനുശേഷം 1-2 വേക്കൻസീസ് ആണ് ടെക്നീഷ്യൻസിന് വരുന്നത് കൂടുതലും. അപ്പൊ അതുകൊണ്ടാണ് നഴ്സിംഗ് ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നന്നായിട്ട് വേക്കൻസീസ് വരുന്ന ഒരു കോഴ്സ് നോക്കി ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഫ്യൂച്ചറിൽ സക്സസ് ആവാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ടാറ്റാ.